അടുത്തതായിട്ട് നമുക്ക് ബട്ടൺ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാഗാണ് ഇൻപുട്ട് ടാഗ്. ഇൻപുട്ട് ടാഗിന് പല ആട്രിബ്യൂട്ട്സും ഉണ്ട്. അതായത് നമുക്ക് ഇൻപുട്ട് ടാഗ് ബട്ടൺസ് ക്രിയേറ്റ് ചെയ്യാം, ടെക്സ്റ്റ് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാം, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇൻപുട്ട് ടാഗിനെ പറ്റി പരിചയപ്പെടാം. അപ്പോൾ ഇൻപുട്ട് ടാഗ് എഴുതുന്നത് ഇങ്ങനെയാണ്. ഇൻപുട്ട് എന്ന് എഴുതിയിട്ട് നമ്മൾ ടാബ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വിഷ്വൽ സ്റ്റുഡിയോയിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോ കംപ്ലീഷൻ ചെയ്ത് തരുന്നതായിരിക്കും. നമ്മൾ ഫുൾ എഴുതേണ്ട ആവശ്യമില്ല. ഇതിലാദ്യം ടൈപ്പ് ടെക്സ്റ്റാണ്. ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ടെക്സ്റ്റ് ഫീൽഡ് നമുക്ക് ഇൻപുട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ബ്രൗസറിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇവിടെ ഒരു ടെക്സ്റ്റ് ഫീൽഡ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് അതിൽ എന്ത് വേണമെങ്കിലും നമുക്ക് എഴുതാം. കണ്ടോ, നമുക്ക് എന്ത് വേണമെങ്കിലും ഈ ഒരു ടെക്സ്റ്റ് ഫീൽഡിനകത്ത് എഴുതാൻ സാധിക്കും. അത് ഒന്നാമത്തെ ടൈപ്പ്. അടുത്തതെന്ന് പറയുന്നത് ഇൻപുട്ട് വിത്ത് എ ടൈപ്പ് ഓഫ് ബട്ടൺ. അപ്പോൾ ഞാൻ അടുത്തതെന്ന് പറയുന്നത് ഒരു ബട്ടൺ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന് വാല്യൂ ഞാൻ സബ്മിറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. അപ്പോൾ നോക്കുക, അടുത്ത ഞാൻ ആ സെയിം ഇൻപുട്ട് തന്നെ ഞാൻ അതിനൊരു ബട്ടണാക്കി മാറ്റി ടെക്സ്റ്റിന് പകരം. ശേഷം അതിൻ്റെ പേര് ഞാൻ സബ്മിറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു. ഇനി അടുത്തത് ഇൻപുട്ട് വിത്ത് എ ടൈപ്പ് ഓഫ് ഡേറ്റ്. ഇവിടെ നോക്കുക, ഞാൻ അടുത്ത ഇൻപുട്ട് ക്രിയേറ്റ് ചെയ്തു. അതിനെ ഞാൻ ഡേറ്റ് എന്ന് പറഞ്ഞുള്ള ടൈപ്പ് കൊടുത്തു. അപ്പോൾ ഇവിടെ നോക്കുക, ബ്രൗസറിൽ നമുക്ക് ഡേറ്റ് നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ബേസിക്കലി നമുക്ക് എന്താണ് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തോ അല്ലെങ്കിൽ ഈ പറഞ്ഞ രജിസ്ട്രേഷൻ ഫോമിൻ്റെ എന്തെങ്കിലും ഡേറ്റോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഈ പറയുന്ന പോലെ ഇൻപുട്ട് ഫീൽഡിനകത്ത് ഡേറ്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു ഡേറ്റിൻ്റെ കോളം നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ അടുത്തൊരു ഇൻപുട്ട് ടാഗാണ് ഇൻപുട്ട് വിത്ത് എ ടൈപ്പ് ഓഫ് ഫയൽ. ഇവിടെ നോക്കുക, ഇവിടെ ഇൻപുട്ട് ടൈപ്പ് ഫയൽ എന്ന് പറഞ്ഞ് കൊടുത്തപ്പോൾ ഒരു ഫയലിൻ്റെ ഒരു ഓപ്ഷൻ വന്നേ കാണാൻ സാധിക്കും. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോറേജിനകത്തുള്ള ഏതെങ്കിലും ഒരു ഫയൽ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫയൽ അപ്ലോഡ് ആവുന്നതായിരിക്കും. വേറൊരു ഇൻപുട്ട് ടൈപ്പ് ഉണ്ട്, വിച്ച് ഈസ് ഇൻപുട്ട് വിത്ത് എ ടൈപ്പ് ഓഫ് പാസ്വേഡ്. ഇത് നോക്കാം, ഇതൊരു ജസ്റ്റ് ഒരു ഇൻപുട്ട് ടെക്സ്റ്റ് പോലത്തെ ഒരു ഫീൽഡാണ്. പക്ഷേ ഇവിടുത്തെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ നമ്മൾ എൻ്റർ ചെയ്യുന്നത് അതൊരു പാസ്വേഡ് ടൈപ്പിലായിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. കണ്ടോ, ഡോട്ട് ആയിട്ടാണ് കാണിക്കുന്നത്. നമ്മൾ പക്ഷേ ആക്ച്വൽ ടെക്സ്റ്റാണ് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത്, പക്ഷേ ഡിസ്പ്ലേ ചെയ്യുന്നത് എന്താണ്, ഡോട്ട് ആയിട്ടാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. അതിൻ്റെ റീസൺ എന്താണ്, നമ്മൾ ടൈപ്പ് പാസ്വേഡ് എന്ന് പറഞ്ഞ് കൊടുത്തതുകൊണ്ടാണ്. അടുത്ത ടാഗാണ് IMG ടാഗ്. IMG ടാഗ് എന്ന് പറയുന്നത് നമ്മൾ ഇമേജ് നമ്മുടെ ബ്രൗസറിൽ ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ്. IMGയിൽ തന്നെ ഉണ്ട് ഇമേജ് ടാഗ്. അപ്പോൾ ഈ ഇമേജ് ടാഗിൻ്റെ രണ്ട് ആട്രിബ്യൂട്ട്സ് ആണ്. ഒന്നാമത്തെ സോഴ്സും രണ്ടാമത്തെ ഓൾട്ടും. അപ്പോൾ സോഴ്സ് എന്ന് പറയുന്നത് ആക്ച്വൽ ഇമേജിൻ്റെ സോഴ്സ് URL ആണ്. അതായത് ഞാനൊരു ഇമേജ് എടുക്കാം ഗൂഗിളിൽ നിന്ന്. ഇപ്പോൾ ഞാൻ ഫ്ലവറിൻ്റെ ഒരു ഇമേജ് സെലക്ട് ചെയ്തു. ഈ ഒരു ഇമേജ് എനിക്ക് എൻ്റെ വെബ് പേജിൽ വേണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഈ ഇമേജിൻ്റെ URL കോപ്പി ചെയ്യണം. അപ്പോൾ കോപ്പി വെബ് പേജ് ലിങ്ക് അഡ്രസ്സ് അല്ല, കോപ്പി ലിങ്ക് അഡ്രസ്സ് അല്ല, നമുക്ക് ഇമേജിൻ്റെ URL അഡ്രസ്സാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ കോപ്പി ഇമേജ് അഡ്രസ്സ് എന്ന ഓപ്ഷനുണ്ട്, ഇതാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഇമേജിൻ്റെ അഡ്രസ്സ് കോപ്പി ആയിട്ടുണ്ട്. ശേഷം സോഴ്സിൽ പേസ്റ്റ് ചെയ്യുക. സോഴ്സിൽ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇമേജ് ഡിസ്പ്ലേ ആയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ശേഷം ഓൾട്ടിനകത്ത് നിങ്ങൾക്ക് വേണ്ടുന്ന ടെക്സ്റ്റ് എന്താണോ ആ ടെക്സ്റ്റ് കൊടുക്കുക. ഫ്ലവർ ഇമേജ്, ഞാൻ ഫ്ലവർ ഇമേജ് എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോൾ ഇവിടെ എന്താണ് ഈ ഒരു ആൾട്ട് ടെക്സ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. സപ്പോസ് സോഴ്സ് ഇമേജ് ലോഡായില്ല വെബ് പേജിൽ. അപ്പോൾ ലോഡായില്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ട് കാണിക്കേണ്ട ടെക്സ്റ്റ് എന്താണോ അതാണ് നമ്മൾ ഓൾട്ടിൽ കൊടുക്കുന്നത്. ഇപ്പോൾ സോഴ്സ് ഇമേജിൻ്റെ അഡ്രസ്സ് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റി, സോഴ്സ് ഇമേജ് ലോഡായില്ലെങ്കിൽ എന്ത് പറ്റും, ഇവിടെ ആൾട്ട് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് അതിന് പകരം ലോഡാവും. ഇമേജിൻ്റെ ഒരു ഐക്കൺ കാണിച്ചിട്ട് എന്താണോ നമ്മൾ ഓൾട്ടി കൊടുത്ത ടെക്സ്റ്റ്
അതാണ് കാണിക്കുന്നത് സോഴ്സിന് പകരം. അപ്പോൾ യൂസറിന് മനസ്സിലാവും ഇവിടെ ഒരു ഇമേജ് ഉണ്ട്, അത് ലോഡാവാത്തതാണ്, അതിന് പകരം ഒരു ടെക്സ്റ്റ് കാണിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇമേജ് ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സോഴ്സ് കറക്റ്റായിട്ട് വർക്കിംഗ് ആണ്. ഇപ്പോൾ ഞാൻ കറക്റ്റ് URL കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ആ ഒരു സോഴ്സേ കാണിക്കത്തുള്ളൂ, ഓൾട്ട് കാണിക്കത്തില്ല. മനസ്സിലായോ? അപ്പോൾ സോഴ്സിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, അതായത് ഇമേജിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഓൾട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. വേറെ 2 ആട്രിബ്യൂട്ടാണ് ഇമേജിൻ്റെ, അതായത് ഹൈറ്റും വിഡ്ത്തും. അപ്പോൾ ഹൈറ്റ് നമുക്ക് നമുക്ക് ഇമേജ് ടാഗിൽ തന്നെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ ഹൈറ്റ് ഇവിടെ 100 പിക്സൽ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇമേജിൻ്റെ ഹൈറ്റ് 100 പിക്സലായിട്ട് കുറഞ്ഞത് കാണാൻ സാധിക്കും. വിഡ്ത്ത് 100 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇമേജിൻ്റെ വിഡ്ത്തും അതുപോലെ 100 പിക്സലിലോട്ട് ഷ്രിങ്ക് ആവുന്നതായിരിക്കും. കണ്ടോ? അപ്പോൾ ഹൈറ്റും വിഡ്ത്തും കൊടുത്തു കഴിഞ്ഞാൽ ഇമേജ് അതിനനുസരിച്ചുള്ള സൈസിൽ ചേഞ്ച് വരുത്തുന്നതായിരിക്കും. ഇത് പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇങ്ങനെ കൊടുക്കാതെ നമ്മൾ CSS നമ്മൾ ഈ പറഞ്ഞ ഹൈറ്റും വിഡ്ത്തും ഒക്കെ മെൻഷൻ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. നിങ്ങൾക്ക് ഇങ്ങനെയും കൊടുക്കാം എന്നുള്ളത് ഞാൻ കാണിച്ചു തന്നതാണ്. ബട്ട് CSS കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്ററായിട്ട് ഉള്ള കാര്യം. അടുത്തൊരു ടാഗാണ് ഓർഡേർഡ് ലിസ്റ്റ്, OL ടാഗ്. OL ടാഗ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടൻസിനെ ഓർഡറായിട്ട് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഫോർ എക്സാമ്പിൾ OL ടാഗിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടാഗാണ്, അതിനകത്ത് ഉപയോഗിക്കുന്ന ഒരു ടാഗാണ് LI ലിസ്റ്റ് ടാഗ്. അപ്പോൾ LI ടാഗ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 1 എന്ന് പറഞ്ഞ് വന്നേക്കുന്നുണ്ടോ. അപ്പോൾ ഞാനൊരു ടെക്സ്റ്റ് കൊടുക്കുകയാണ്, ഹലോ. അപ്പോൾ 1 എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഹലോ എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്നു. ഞാൻ ഇത് കുറച്ച് കോപ്പീസ് ഞാൻ എടുക്കുകയാണ്, ശേഷം പേസ്റ്റ് ചെയ്യുന്നു. ഇവിടെ നോക്കുക, ഹലോ എന്ന് എത്ര വട്ടം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്? 4 വട്ടം ഡിസ്പ്ലേ ചെയ്ത ഹലോയിൽ നോക്കുക, നമ്പർ നോക്കുക, 1 2 3 4. കണ്ട, ഒരു ഓർഡറായിട്ടാണ് ടെക്സ്റ്റിൽ ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെ സാധിക്കുന്നു? അതിന് നമ്മൾ ഉപയോഗിച്ചതാണ് OL എന്ന് പറഞ്ഞ ടാഗ്. മനസ്സിലായോ? ഓർഡറായിട്ട് നമുക്ക് കണ്ടൻറ്റിനെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കും. വേറൊരു ടാഗുണ്ട്, അതിനെയാണ് UL ടാഗ് എന്ന് പറയുന്നത്. UL ടാഗ്. അപ്പോൾ UL ടാഗ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും? ബുള്ളറ്റ് പോയിൻറ്റ്സ് ആയിട്ട്, അതായത് ന്യൂമറിക് മാറിയിട്ട് ബുള്ളറ്റ് പോയിൻറ്റ്സ് ആയിട്ട് അത് മാറിയിരിക്കുന്ന കാണാൻ സാധിക്കും. അൺനോട്ടഡ് ലിസ്റ്റാണ്, അതുകൊണ്ട് ന്യൂമറിക്ക് മാറിയിട്ട് ബുള്ളറ്റ് പോയിൻറ്റ്സ് ആയിട്ട് മാറിയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സോ ഈ ഒരു ടാഗാണ് നമ്മൾ ആക്ച്വലി മെനുസൊക്കെ വെബ് പേജിൽ മെനു ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് അൺഓർഡേർഡ് ലിസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഓർഡേർഡ് ലിസ്റ്റും അൺഓർഡേർഡ് ലിസ്റ്റും ഒക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് വെബ് പേജസ് അല്ലെങ്കിൽ പ്രോജക്ട്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗുകളാണ്, എപ്പോഴും യൂസ് ചെയ്യുന്ന ടാഗുകളാണ് ഇതെല്ലാം. അപ്പോൾ അടുത്ത ടാഗാണ് സ്ക്രിപ്റ്റ് ടാഗ്. സ്ക്രിപ്റ്റ് ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ഈ പറയുന്ന പോലെ ജാവാ സ്ക്രിപ്റ്റ് പോലുള്ള ലാംഗ്വേജസ് എഴുതുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ സ്ക്രിപ്റ്റ് ടാഗ് ഉപയോഗിക്കുന്നത്. അതിനെപ്പറ്റി ഇപ്പം നിങ്ങൾ പഠിക്കേണ്ട, ഈ ഒരു ടാഗ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ഇതെന്ന് പറയുമ്പോൾ ജാവാ സ്ക്രിപ്റ്റ് പോലുള്ള കോഡുകൾ എഴുതുമ്പോൾ നമ്മളെപ്പോഴും ഈ പറയുന്ന പോലെ സ്ക്രിപ്റ്റ് ടാഗിനകത്തായിരിക്കും നമ്മൾ കോഡ് എഴുതുന്നത്. അതുപോലെ തന്നെ നമുക്ക് 2 രീതിയിൽ നമുക്ക് സ്ക്രിപ്റ്റ് ടാഗ് നമുക്ക് യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ ഇതുപോലെ സ്ക്രിപ്റ്റ് ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തിട്ട് ഇതിനകത്ത് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ജാവാ സ്ക്രിപ്റ്റിൻ്റെ കോഡ് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മറ്റൊരു വെബ് പേജ് നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതായത് വേറൊരു വെബ് പേജിൽ നമ്മൾ ജാവാ സ്ക്രിപ്റ്റ് കോഡുകളെല്ലാം എഴുതിയിട്ട് നമുക്ക് സ്ക്രിപ്റ്റ് ടാഗ് ഉപയോഗിച്ച് നമുക്ക് ആ കോഡുകൾ അല്ലെങ്കിൽ ആ പേജിനെയും ഈ ഒരു പേജുമായിട്ട് ലിങ്ക് ചെയ്യിപ്പിക്കാം. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ഇതുപോലെ തന്നെ സ്ക്രിപ്റ്റ് ടാഗ് എഴുതുക, ശേഷം സ്ക്രിപ്റ്റിനകത്ത് SRC എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്, സോഴ്സ്. അപ്പോൾ ആ സോഴ്സിനകത്ത് ഏത് പേജാണോ ലിങ്ക് ചെയ്യേണ്ട ആ പേജിൻ്റെ URL കൊടുക്കുക. അതായത് ജാവാ സ്ക്രിപ്റ്റ് ഏത് പേജിലാണോ എഴുതിയിരിക്കുന്നത് ആ പേജിൻ്റെ പാത്ത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേജുമായിട്ട് ആ ഒരു പേജിൻ്റെ ഫങ്ഷനാലിറ്റി നമുക്ക് ഈ ഒരു പേജിലും ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ സ്ക്രിപ്റ്റ് ടാഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടാഗിനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കുക. ഇത് ജാവാ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതുമ്പോഴാണ് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. ഇപ്പം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അടുത്തൊരു ടാഗാണ് സ്റ്റൈൽ ടാഗ്. സ്റ്റൈൽ ടാഗ് എന്ന് പറയുന്നത് നമ്മുടെ CSS പ്രോപ്പർട്ടീസ് ആഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സ്റ്റൈൽ ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റൈലിനകത്ത് നമ്മൾ എന്തൊക്കെയാണോ എഴുതുന്നത് അതെല്ലാം നമ്മുടെ വെബ് പേജിൻ്റെ സ്റ്റൈലിങ്ങിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ വെബ് പേജിൽ ഒരു എലമെൻ്റ് ഉണ്ടെങ്കിൽ അത് സ്റ്റൈൽ ചെയ്യുന്നത് എവിടെയാണ്? നമ്മൾ സ്റ്റൈൽ ടാഗിനകത്താണ്. സ്റ്റൈൽ ടാഗ് നമുക്ക് പല രീതിയിൽ നമുക്ക് നമ്മുടെ വെബ് പേജിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാം.
ഒന്നെങ്കിൽ ഇതുപോലെ സ്റ്റൈൽ ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തിട്ട് നമ്മുടെ വെബ് പേജിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം ഇതുപോലെ. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വെബ് പേജിനകത്ത് ഒരു ടാഗുണ്ട്, അതിനെ പറയുന്നതാണ് ലിങ്ക് ടാഗ്. ലിങ്ക് ടാഗ് നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? ലിങ്ക് ടാഗ് നമ്മൾ എഴുതുന്നത് ലിങ്ക് REL, റിലേഷൻ എന്ന് പറയുന്നത് സ്റ്റൈൽ ഷീറ്റാണ് അതിൻ്റെ പാത്ത്. HRFനകത്താണ് അതിൻ്റെ പാത്ത് എഴുതുന്നത്. ഇതും സെയിം നമ്മൾ ഈ സ്റ്റൈൽ നമ്മുടെ ബോഡിയിൽ എഴുതിയ പോലെ സെയിം അത് തന്നെയാണ്. ഇവിടെ എന്താണ് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു വെബ് പേജിലായിരിക്കും നമ്മുടെ വെബ്സൈറ്റിന് വേണ്ടുന്നുള്ള സ്റ്റൈൽസ് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ലിങ്ക് ചെയ്യിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈൽസ് എല്ലാം കൊണ്ടുവരണം, ഈ ഒരു വെബ് പേജിനകത്ത് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ലിങ്ക് ടാഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലിങ്ക് ടാഗ് ഉപയോഗിച്ച് നമുക്ക് ആ ഒരു സ്റ്റൈൽ ഷീറ്റ്, ആ ഒരു വെബ് പേജ് അല്ലെങ്കിൽ ആ ഒരു പേജിനെ നമുക്ക് ഈ ഒരു പേജുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി വേറൊരു മെത്തേഡുണ്ട്. വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഇൻലൈൻ സ്റ്റൈലിംഗ് ആണ്. അതായത് ഫോർ എക്സാമ്പിൾ ഞാനൊരു പി ടാഗിനകത്ത് ലോറം 5 ഈ ഒരു സിമ്പിൾ ടെക്സ്റ്റിനെ എനിക്ക് സ്റ്റൈൽ ചെയ്യണമെങ്കിൽ എനിക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാം. ഈ 2 മെത്തേഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ എനിക്ക് മൂന്നാമതൊരു മെത്തേഡുണ്ട്. ആ മെത്തേഡ് എന്ന് പറയുന്നത് ഈ സെയിം പി ടാഗിനകത്ത് തന്നെ എനിക്ക് സ്റ്റൈലിംഗ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതായത് പി കഴിഞ്ഞിട്ട് സ്റ്റൈൽ എന്ന് പറഞ്ഞു കൊടുക്കുക. സ്റ്റൈൽ ഈസ് ഈക്വൽ ടു നമുക്ക് വേണ്ടുന്ന സ്റ്റൈൽ ഏതാണോ ഇതിൽ തന്നെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ ടെക്സ്റ്റിൻ്റെ കളർ മാറ്റുകയാണ്. അപ്പോൾ കളർ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ റെഡ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ടെക്സ്റ്റിൻ്റെ കളർ റെഡായിട്ട് മാറിയേക്കുന്നത് കാണാൻ സാധിക്കും. കണ്ടോ? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സ്റ്റൈലിംഗ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും. അടുത്തൊരു ടാഗാണ് ടേബിൾ ടാഗ്. ടേബിൾ ടാഗിനകത്ത് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ടേബിൾ ടാഗ് യൂസ് ചെയ്യുന്നത്. ടേബിൾ ടാഗിനകത്ത് തന്നെ ടേബിൾ ഹെഡ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. ടേബിൾ ഹെഡ് എന്ന് പറയുന്നത് നമ്മുടെ ടേബിളിൻ്റെ ഹെഡ് സെക്ഷൻ, അതായത് ഫസ്റ്റ് സെക്ഷൻ ഉണ്ടല്ലോ ടേബിളിൻ്റെ ഹെഡ് ടോപ്പ്, അതിനെയാണ് നമ്മൾ ടേബിൾ ഹെഡ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അതിൽ ഒരു ടാഗാണ് ടേബിൾ റോ. TR എന്ന് പറയുന്നത് ടേബിൾ റോ ആണ്. അപ്പോൾ ആദ്യത്തെ റോ നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. ആ ടേബിൾ റോയിൽ ആദ്യത്തെ കോളം അതിനെ ടേബിൾ ഡേറ്റ എന്ന് പറയും, TD. ഫസ്റ്റ് ഞാൻ ID എന്ന് പറയുന്നൊരു കോളം ക്രിയേറ്റ് ചെയ്യുന്നു, ID. അടുത്ത ഡേറ്റ, അതായത് അടുത്ത ഡേറ്റ ആ സെയിം റോയിലുള്ള അടുത്ത ഡേറ്റ ക്രിയേറ്റ് ചെയ്യുകയാണ് നെയിം. അടുത്ത ഡേറ്റ ക്രിയേറ്റ് ചെയ്യുന്നു പ്ലേസ്. അടുത്ത ഡേറ്റ ക്രിയേറ്റ് ചെയ്യുന്നു കോണ്ടാക്റ്റ്. സോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മളൊരു കോളം ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു റോ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നമ്മൾ ഈ പറയുന്ന ഡേറ്റാസ് നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഓരോ കോളംസ് നമ്മൾ ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇത് ടേബിളിൻ്റെ ഹെഡാണ്. ഇനി ടേബിളിൻ്റെ ആക്ച്വൽ ഡേറ്റ എഴുതാനായിട്ട് ടേബിൾ ബോഡി എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാം. ടേബിൾ ബോഡിക്കകത്ത് ടേബിൾ റോ ടേബിൾ ഡേറ്റ ID എന്നുള്ളത് 1 കൊടുക്കുന്നു. നെയിം എന്നുള്ളത് നെയിം കൊടുക്കുന്നു. പിന്നെ പ്ലേസ്, അതുപോലെ തന്നെ കോണ്ടാക്റ്റ് 1 2 3 4 5 6 7. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടോ HTML ടാഗുകൾ ഉപയോഗിച്ച്. അപ്പോൾ ഈ ഒരു ടേബിൾ ടാഗ് ഉപയോഗിച്ച് നമുക്ക് ടേബിളിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയാണ് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ടേബിൾ ടാഗിനകത്ത് ടേബിൾ ഹെഡ് നമ്മൾ ആദ്യം മെൻഷൻ ചെയ്യും. അത് ടേബിൾ ഹെഡിനകത്ത് ടേബിൾ റോയിനകത്തുള്ള ഓരോ ടേബിൾ ഡേറ്റ, അതിനെ നമ്മൾ TDക്കകത്താണ് കൊടുക്കുന്നത്. ടേബിൾ ഡേറ്റ. TR എന്ന് പറഞ്ഞാൽ ടേബിൾ റോ. ഓക്കെ, TH എന്ന് പറഞ്ഞാൽ ടേബിൾ ഹെഡ്. അപ്പോൾ ആദ്യത്തെ ഹെഡ് സെക്ഷൻ, ടേബിളിൻ്റെ ഒരു ഹെഡ് സെക്ഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബോഡിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനെ ടേബിൾ ബോഡി എന്ന് പറഞ്ഞ് കൊടുത്തു. അതിൽ ആദ്യത്തെ റോ ആണ് ഈ ഒരു റോ നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ടേബിൾ റോയ്ക്കകത്തുള്ള ആദ്യത്തെ ഡേറ്റാസ് നമ്മൾ ആഡ് ചെയ്താൽ ഇതുപോലെ ആയിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ഇനി അടുത്ത ഒരു റോ ആഡ് ചെയ്യണമെങ്കിൽ ഇതുപോലെ നമുക്ക് എത്ര റോ വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. ആഡ് ചെയ്യുന്നതനുസരിച്ച് ഇതുപോലെ താഴോട്ട്
ഓരോ റോസ് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ടേബിളിൽ നമുക്ക് വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാം. സ്റ്റൈൽ ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ CSSലാണ് ആ ഒരു കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മളിപ്പോൾ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കുന്നില്ല. നമ്മളത് CSS ട്യൂട്ടോറിയലിൽ നമ്മളത് ഇൻഡെപ്തായിട്ട് പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കായിട്ട് HTML ടാഗും അതിൻ്റെ ആട്രിബ്യൂട്ട്സൊക്കെ മനസ്സിലാക്കാനുള്ളത്. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. So I hope you have understood the basics of HTML tags and attributes. So thank you for watching and have a nice day.